നമ്മുടെ സയൻസ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ആസിഡുകളും ബേസുകളും. രസതന്ത്രം അഥവാ കെമിസ്ട്രിയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആശയമാണ് ആസിഡുകൾ, ബേസുകൾ. അത് മനസ്സിലാക്കുന്നതിനാണ് ഈ ചാപ്റ്റർ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാഠപുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ഒരു പരീക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് പിങ്ക് നിറത്തിലുള്ള ഒരു ദ്രാവകം മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയപ്പോൾ അതിൻ്റെ നിറം മാറി ഇളം മഞ്ഞയായി മാറി. എന്തുകൊണ്ടായിരിക്കും ഇത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഈ നിറവ്യത്യാസം വന്നത് എന്നുള്ള വിശദീകരണമാണ് പാഠപുസ്തകത്തിൻ്റെ ബാക്കി ഭാഗത്ത് കാണുന്നത്. എങ്ങനെയാണ് ഈ നിറവ്യത്യാസം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പതിമുഖം ഇട്ട് തിളപ്പിച്ച ഒരു പിങ്ക് നിറത്തിലുള്ള വെള്ളം ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യമുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പദാർത്ഥങ്ങൾ: ചാരം കലക്കിയ വെള്ളം, നാരങ്ങ നീര്, ഉപ്പുലായനി, വിനാഗിരി, പുളിവെള്ളം, അപ്പക്കാര ലായനി, ഇതൊക്കെയാണ്. നമ്മുടെ കയ്യിലുള്ള പിങ്ക് നിറത്തിലുള്ള പതിമുഖ വെള്ളം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ലായനികളിലേക്ക്, അതായത് നാരങ്ങ നീര്, വിനാഗിരി, പുളിവെള്ളം, ഇതിലേക്കെല്ലാം ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക നിറവ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. പിങ്ക് നിറത്തിൽ നിന്ന് ലായനി മഞ്ഞ നിറത്തിലേക്ക് മാറുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഇതേ പതിമുഖത്തിൻ്റെ വെള്ളം നമ്മൾ ചാരം കലക്കിയ വെള്ളം അല്ലെങ്കിൽ ഉപ്പ് ലായനി അല്ലെങ്കിൽ അപ്പക്കാര ലായനി ഇതിലേക്കെല്ലാം ഒഴിക്കുകയാണെങ്കിൽ നിറവ്യത്യാസം ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയുമില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ചില പ്രത്യേക ദ്രാവകങ്ങളിൽ മാത്രമാണ് നിറവ്യത്യാസം കാണിക്കുന്നത്. അത്തരം ദ്രാവകങ്ങളുടെ പ്രത്യേകതയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിറവ്യത്യാസം കാണിക്കുന്ന ദ്രാവകങ്ങളാണ് നാരങ്ങ നീര്, വിനാഗിരി, പുളിവെള്ളം എന്നിവ. ഇവയ്ക്ക് പൊതുവായുള്ള ഒരു പ്രത്യേകത എന്നത് അവയുടെ പുളി രുചിയാണ്. പതിമുഖത്തിൻ്റെ വെള്ളം മഞ്ഞയാക്കിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ എന്തെങ്കിലും പൊതു സ്വഭാവമുണ്ടോ? ഉണ്ട്. എന്താണ്? പുളി രുചിയാണ്. ചില ആസിഡുകൾ ഈ പദാർത്ഥങ്ങളിൽ, ഈ ലായനികളിൽ ഉള്ളതുകൊണ്ടാണ് ഇവയ്ക്ക് ഈ പുളി രുചി വരുന്നത്. ഈ ആസിഡുകളുടെ പ്രത്യേകത അറിയാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പരീക്ഷണം കൂടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷണം ചെയ്യുന്നതിന് മുൻപായി എന്താണ് ലിറ്റ്മസ് പേപ്പർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു വശത്തായിട്ട് കാണിച്ചിരിക്കുന്നത്. സാധാരണയായി ലാബുകളിൽ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പറുകളാണ് ലിറ്റ്മസ് പേപ്പറുകൾ എന്ന് പറയുന്നത്. ഇത് രണ്ട് നിറത്തിലുണ്ട്, നീല നിറത്തിലുണ്ട്, ചുവന്ന നിറത്തിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ലൈനിലും ഈ രണ്ട് ലിറ്റ്മസ് പേപ്പറും നമ്മൾ മാറി മാറി മുക്കി നോക്കി എന്താണ് അതിൽ വരുന്ന നിറവ്യത്യാസം എന്ന് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പുളി രുചിയുള്ളതാണ് ആസിഡുകൾ. അപ്പോൾ ഇതിലെ പുളി രുചിയുള്ള ലായനികളെല്ലാം ആസിഡുകളാണ്. ഈ ആസിഡുകൾ കാണിക്കുന്ന ലിറ്റ്മസ് പേപ്പറിലെ നിറവ്യത്യാസം എന്താണ് നമുക്ക് നോക്കാം. ഈ പട്ടികയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പുളി രുചിയുള്ള ദ്രാവകങ്ങൾ, അതായത് വിനാഗിരി, പുളിവെള്ളം, നാരങ്ങ നീര്, മോര്, ഇതെല്ലാം ആസിഡ് ഗുണമുള്ളവയാണ്. ഇത്തരം ദ്രാവകങ്ങളിൽ നീല ലിറ്റ്മസ് പേപ്പർ നമ്മൾ മുക്കി നോക്കുകയാണെങ്കിൽ അത് ചുവപ്പ് നിറമായിട്ട് മാറുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതേസമയം ചുവപ്പ് ലിറ്റ്മസ് ആണ് നമ്മൾ മുക്കി നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിറവ്യത്യാസമൊന്നും കാണാനും പറ്റില്ല. അടുത്തതായി പുളിരുചി ഇല്ലാത്ത ലായനികളാണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, സോപ്പ് വെള്ളം, ചാരവെള്ളം, അപ്പക്കാര ലായനി, ഇതെല്ലാം. ഇവയ്ക്കൊന്നും നീല ലിറ്റ്മസിനെ ചുവപ്പാക്കാൻ സാധിക്കില്ല. എന്നാൽ ഇവയിൽ ചുവപ്പ് ലിറ്റ്മസ് ആണ് നമ്മൾ മുക്കി നോക്കുന്നതെങ്കിലോ ആ ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ നീല നിറമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്തതായി ഏതെല്ലാം ദ്രാവകങ്ങളാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയത് എന്ന് നോക്കാം. പുളിരുചിയുള്ള എല്ലാ ലായനികളും ഇത് ചെയ്യുന്നുണ്ട്, അതായത് നാരങ്ങ നീര്, മോര്, പുളിവെള്ളം, വിനാഗിരി, ഇവയെല്ലാം. ഇതുപോലെ തന്നെ ഏതെല്ലാം ദ്രാവകങ്ങളാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നത്? പുളിരുചിയില്ലാത്ത ലായനികൾ, അതായത് ചുണ്ണാമ്പ് വെള്ളം, ചാരവെള്ളം, സോപ്പ് വെള്ളം, അപ്പക്കാര ലായനി, ഇവയെല്ലാം. അപ്പോൾ ഇവയ്ക്ക് പൊതുവായ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അല്ലേ? അതാണ് താഴെ പറയുന്നത്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ. ഈ ഒരു ആശയം മനസ്സിലാക്കിയാൽ ഏതാണ് ആസിഡ് ഏതാണ് ബേസ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മാത്രമല്ല ലിറ്റ്മസ് പേപ്പർ ഓരോ ലായനിയിലും എന്ത് നിറവ്യത്യാസമാണ് കാണിക്കുക എന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ വേണ്ടി പറ്റും അല്ലേ? ഇപ്പോൾ ലിറ്റ്മസ് പേപ്പർ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല.
അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഒരു ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്ക്. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ഇതുപോലെ ലബോറട്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 പ്രധാന സൂചകങ്ങളാണ് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും. ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നിറമില്ലാത്തൊരു ദ്രാവകമാണ്. മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് നല്ല ഓറഞ്ച് നിറത്തിൽ കാണുന്ന ഒരു ദ്രാവകമാണ്. ഇവ രണ്ടും ആസിഡിലും ബേസിലും വ്യത്യസ്ത നിറങ്ങളാണ് കാണിക്കുക. അതെന്താണെന്ന് നമുക്കിനി നോക്കാം. ഫിനോഫ്തലിൻ എന്ന സൂചകം ആസിഡ് ലായനിയിൽ നിറമില്ലാത്തതും എന്നാൽ ബേസിൽ ഒരു പിങ്ക് നിറവുമാണ് കാണിക്കുക. അകിരി, നാരങ്ങനീര് തുടങ്ങിയ ആസിഡ് ലായനികളിൽ അത് നിറമൊന്നും കാണിക്കില്ല. ചുണ്ണാമ്പ് വെള്ളം, സോപ്പ് വെള്ളം, അപ്പക്കാര ലായനി ഇതിലെല്ലാം പിങ്ക് നിറം കാണിക്കുകയും ചെയ്യും. അടുത്ത സൂചകമാണ് മീഥൈൽ ഓറഞ്ച്. ഇത് ആസിഡ് ലായനികളിൽ ചുവപ്പ് നിറവും ബേസിൽ ഒരു ഓറഞ്ച് നിറം അല്ലെങ്കിൽ ഒരു ഇളം മഞ്ഞ നിറവുമാണ് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ വിനാഗിരി, നാരങ്ങനീര് തുടങ്ങിയ ആസിഡ് ലായനികളിൽ അത് ചുവപ്പ് നിറവും മറ്റെല്ലാ ബേസുകളിൽ അത് മഞ്ഞയോ ഇളം ഓറഞ്ചോ ആണ് കാണിക്കുക. ഏതെല്ലാം വസ്തുക്കളാണ് ആസിഡിൻ്റെ സൂചകങ്ങളായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? ആസിഡ് ലായനിയിൽ നിറം കാണിക്കുന്നവയാണ് ആസിഡിനെ സൂചിപ്പിക്കുന്ന സൂചകങ്ങൾ. അങ്ങനെയാണെങ്കിൽ മീഥൈൽ ഓറഞ്ചാണ് ആസിഡിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് പൊതുവായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂചകം. അതുപോലെ തന്നെ ബേസിൻ്റെ സൂചകങ്ങളായി ഉപയോഗിക്കാൻ കഴിയുന്നത് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും ആണ്. എല്ലാ ആസിഡുകളുടെയും ബേസുകളുടെയും പൊതുവായ സ്വഭാവമാണ് ലിറ്റ്മസ് പേപ്പറിൽ ഇവ കാണിക്കുന്ന നിറവ്യത്യാസം. ഇതുകൂടാതെ ഇവയ്ക്കുള്ള മറ്റു പൊതു സ്വഭാവങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ ആസിഡുകളും പുളി രുചിയുള്ളതാണ്. ഇതുപോലെ തന്നെ എല്ലാ ബേസുകൾക്കും കാരരുചിയാണ് ഉള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പല ലൈനുകളും നമ്മൾ കൈ വെച്ച് തൊട്ട് നോക്കുകയാണെങ്കിൽ വഴുവഴുപ്പ് അനുഭവപ്പെടും. ഇതുപോലെ വഴുവഴുപ്പ് അനുഭവപ്പെടുന്നവയെല്ലാം ബേസിക് സ്വഭാവമുള്ള ലായനികളാണ്. അവയ്ക്ക് ഉദാഹരണമാണ് സോപ്പ് വെള്ളം, അപ്പക്കാര ലായനി, ചാരലായനി എന്നിവയെല്ലാം. ആസിഡുകളുടെയും ബേസുകളുടെയും പൊതു സ്വഭാവമാണ് അടുത്തതായി നമ്മൾ പട്ടികപ്പെടുത്തുന്നത്. ആസിഡുകൾ പുളി രുചിയായിരിക്കും, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ബേസുകൾ കാരരുചിയായിരിക്കും, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. മാത്രമല്ല വഴുവഴുപ്പുമുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി തന്നിരിക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ നിരീക്ഷിച്ച് ഇവയിൽ എന്തെല്ലാം പദാർത്ഥങ്ങളാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവ, അതായത് ആസിഡ് സ്വഭാവം കാണിക്കുന്നത് എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ആസിഡ് സ്വഭാവം കാണിക്കുന്ന പദാർത്ഥങ്ങളാണ് ഓറഞ്ച് നീര്, ഇരുമ്പൻ പുളി നീര്, മുന്തിരി നീര്, തക്കാളി നീര് ഇവയെല്ലാം. അതിൻ്റെ കാരണം എന്താണ്? ഇവയ്ക്കെല്ലാം പുളി രുചിയുണ്ട്. ഇങ്ങനെ പുളിരുചിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലെല്ലാം ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കളിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് താഴെ പറയുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് ആസിഡുകളാണ് നെല്ലിക്കയിൽ കാണുന്ന വിറ്റമിൻ സി, അതായത് ആസ്കോർബിക് ആസിഡ്, മോര്, തൈര് എന്നിവയിൽ കാണുന്ന ലാക്റ്റിക് ആസിഡ്, വിനാഗിരി അതായത് അസറ്റിക് ആസിഡ്, നാരങ്ങയിൽ കാണുന്ന സിട്രിക് ആസിഡ്, വാളൻ പുളിയിൽ കാണുന്ന ടാർട്ടാറിക് ആസിഡ്, തക്കാളിക്കുള്ളിൽ കാണുന്ന ഓക്സാലിക് ആസിഡ് എന്നിവ. പാലിനെ തൈരാക്കാൻ സഹായിക്കുന്ന ലാക്ടോബാസിലസ് ബാക്ടീരിയയെക്കുറിച്ചുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫ്. പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് നമ്മൾ ഒഴിക്കാറുണ്ട്. തൈരിൽ കാണുന്ന ഒരു ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ് എന്നത്. ഈ ബാക്ടീരിയ പുറത്തുവിടുന്ന ലാക്റ്റിക് ആസിഡാണ് പാലിനെ തൈരാക്കി മാറ്റുന്നത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ. പുസ്തകത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും തുടർ പ്രവർത്തനങ്ങളും നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. താങ്ക്